നമസ്കാരം. 6G പോലുള്ള അടുത്ത തലമുറ വയർലെസ് നെറ്റ്വർക്കുകൾക്ക് വേഗത നൽകാൻ സഹായിക്കുന്ന കൃത്രിമ ബുദ്ധി മോഡലുകൾ, അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മോഡൽസ് ശാസ്ത്രജ്ഞർ വികസിപ്പിക്കുകയാണ്. വരും കാല നെറ്റ്വർക്കുകളിൽ വിപ്ലവകരമായ മുന്നേറ്റം AI സാധ്യമാക്കുമെന്നാണ് ഗവേഷകരുടെ പ്രതീക്ഷ. 2024 ഡിസംബറിലെ IEEE ട്രാൻസാക്ഷൻസ് ഓൺ വയർലെസ് കമ്മ്യൂണിക്കേഷൻസിന്റെ പതിപ്പിൽ പ്രസിദ്ധീകരിച്ച പഠനത്തിൽ ഈ AI സംവിധാനത്തെക്കുറിച്ച് ഗവേഷകർ വിശദമായി തന്നെ പ്രതിപാദിപ്പിച്ചിട്ടുണ്ട്. വൈദ്യുത കാന്തിക സ്പെക്ട്രത്തിന്റെ ഉയർന്ന ഫ്രീക്വൻസി മില്ലിമീറ്റർ വേവ് ബാൻഡുകൾ ഉപയോഗിക്കുന്ന വയർലെസ് നെറ്റ്വർക്കുകളിൽ സിഗ്നൽ ഡാറ്റ AI വഴി ഒപ്റ്റിമൈസ് ചെയ്യുന്നതിലൂടെ കണക്ടിവിറ്റി പ്രശ്നങ്ങൾ ഗണ്യമായി കുറഞ്ഞുവെന്നാണ് ഗവേഷകർ കണ്ടെത്തിയത്. കൂടാതെ AI സിസ്റ്റം നഗരപ്രദേശങ്ങളിലെ അടക്കം വ്യത്യസ്ത സാഹചര്യങ്ങളിൽ കണക്ടിവിറ്റി മെച്ചപ്പെടുത്തിയെന്നും പഠനം പറയുന്നുണ്ട്. നെക്സ്റ്റ് ജനറേഷൻ വയർലെസ് നെറ്റ്വർക്കുകളിൽ വർദ്ധിക്കുന്ന ഡാറ്റ ഡിമാൻഡ് പരിഹരിക്കുന്നതിന് മില്ലിമീറ്റർ വേവ് ബാൻഡുകളിലെ സമൃദ്ധമായ ഫ്രീക്വൻസി റിസോഴ്സ് പ്രയോജനപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണെന്നാണ് പഠനത്തിന്റെ മുഖ്യ ഗവേഷകനും ദക്ഷിണ കൊറിയയിലെ ഇഞ്ചിയോൺ നാഷണൽ യൂണിവേഴ്സിറ്റിയിലെ ടെലികമ്മ്യൂണിക്കേഷൻസ് വിഭാഗത്തിലെ പ്രൊഫസറുമായ ബ്യൂങ് ജി ലീ പറയുന്നത്. തങ്ങളുടെ പുതിയ രീതി കൃത്യമായി ബീം ഫോമിംഗ് ഉറപ്പാക്കുമെന്നും ഇത് ഉപയോക്താക്കൾക്ക് യാത്രയിൽ ഇരിക്കുമ്പോൾ പോലും സിഗ്നലുകളെ ഉപകരണങ്ങളുമായി തടസ്സമില്ലാതെ ബന്ധിപ്പിക്കാൻ അനുവദിക്കുമെന്നുമാണ് ലീ പറയുന്നത്. മില്ലിമീറ്റർ വേവ് പോലുള്ള ഉയർന്ന ഫ്രീക്വൻസി റേഡിയോ സ്പെക്ട്രം ഉപയോഗിക്കുന്ന നെറ്റ്വർക്കുകൾ നേരിടുന്ന നിലവിലെ വെല്ലുവിളി മാസീവ് മൾട്ടിപ്പിൾ ഇൻപുട്ട്, മൾട്ടിപ്പിൾ ഔട്ട്പുട്ട് വഴി ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു വലിയ കൂട്ടം ആന്റിനകളെ ആശ്രയിക്കുന്നു എന്നതാണ്. ബേസ് സ്റ്റേഷനുകളും മൊബൈൽ ഉപകരണങ്ങളും തമ്മിൽ അനുയോജ്യമായ ആന്റിനകളുള്ള കണക്ടിവിറ്റി നൽകുന്നതിന് ഈ പ്രക്രിയയ്ക്ക് കൃത്യമായി വിവരങ്ങൾ ആവശ്യമാണ്. ഇത് ചാനൽ സ്റ്റേറ്റ് ഇൻഫോർമേഷൻ എന്നാണ് അറിയപ്പെടുന്നത്. എന്നാൽ കുറഞ്ഞ ഡാറ്റ വേഗം, സിഗ്നൽ ഗുണനിലവാരമില്ലായ്മ എന്നീ വെല്ലുവിളികളെ മറികടക്കാൻ ഗവേഷകർ ട്രാൻസ്ഫോമർ എന്നറിയപ്പെടുന്ന ഒരു പുതിയ തരം AI മോഡലും ഉപയോഗിച്ചിട്ടുണ്ട്. നിലവിൽ സിഗ്നൽ പാറ്റേണുകളും വർഗീകരണവും തിരിച്ചറിഞ്ഞ് വയർലെസ് നെറ്റ്വർക്കുകൾക്ക് ഗ്രാഫിക് പ്രവചിക്കാനും ഒപ്റ്റിമൈസ് ചെയ്യാനും കൺവ്യൂഷണൽ ന്യൂറൽ നെറ്റ്വർക്കുകളാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ ഗവേഷകർ വ്യത്യസ്തമായ ഒരു സമീപനമാണ് സ്വീകരിച്ചത്. അവരുടെ നെറ്റ്വർക്ക് വിശകലന രീതിയിൽ ഒരു CNN പകരം ഒരു AI ട്രാൻസ്ഫോമർ മോഡലാണ് ഉപയോഗിച്ചത്. ഇതിലൂടെ സിഗ്നൽ മാറ്റങ്ങളിലെ ഹ്രസ്വകാല, ദീർഘകാല പാറ്റേണുകൾ ട്രാക്ക് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ട്രാൻസ്ഫോമർ അസിസ്റ്റന്റ് പാരാമെട്രിക് CSI ഫീഡ്ബാക്ക് എന്ന് വിളിക്കപ്പെടുന്ന AI സിസ്റ്റത്തിന് ബേസ് സ്റ്റേഷനും ഉപയോക്താവും തമ്മിലുള്ള കണക്ഷന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വയർലെസ് നെറ്റ്വർക്കിൽ തത്സമയ ക്രമീകരണങ്ങൾ നടത്താനും സാധിച്ചു. ഉപയോക്താവ് വേഗത്തിൽ നീങ്ങുന്നുണ്ടെങ്കിൽ പോലും ഇത് സാധിക്കുമെന്നാണ് ഗവേഷകർ പറയുന്നത്. CNNകളും ട്രാൻസ്ഫോമറുകളും തമ്മിലുള്ള വ്യത്യാസമാണ് ഈ മെച്ചപ്പെടലിന് കാരണം. രണ്ടും ന്യൂറൽ നെറ്റ്വർക്ക് മോഡലുകളാണ്. അവ ഇമേജുകൾ പോലുള്ള വിഷ്വൽ പാറ്റേണുകൾ വിശകലനം ചെയ്യുന്നുണ്ട്. എന്നാൽ CNNകൾ ചെറിയ ഡാറ്റ സെറ്റുകളിൽ പരിശീലനം നേടുകയും ലോക്കൽ സവിശേഷതകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അതേസമയം ട്രാൻസ്ഫോമർ മോഡലുകൾ വലിയ ഡാറ്റ സെറ്റുകളാണ് ഉപയോഗിക്കുന്നത്. കൂടാതെ ആഗോള പ്രാദേശിക തലങ്ങളിൽ വ്യത്യസ്ത ഇൻപുട്ട് ഘടകങ്ങളുടെയും അവയുടെ ബന്ധങ്ങളുടെയും പ്രാധാന്യം നിർണ്ണയിക്കാൻ അവയെ പ്രാപ്തമാക്കുന്ന ഒരു സെൽഫ് അറ്റൻഷൻ മെക്കാനിസവും ട്രാൻസ്ഫോമർ മോഡലിലുണ്ട്. ലളിതമായി പറഞ്ഞാൽ ഒരു ട്രാൻസ്ഫോമർ മോഡലായ ഒരു ഇമേജിനെ കുറിച്ച് മൊത്തത്തിൽ പഠിക്കും. പക്ഷേ ഈ ട്രാൻസ്ഫോമർ മോഡലുകൾ CNNകളെ അപേക്ഷിച്ച് കമ്പ്യൂട്ടേഷണൽ ആവശ്യങ്ങൾ കൂടുതൽ ആവശ്യപ്പെടുന്നവയാണ്. എന്നാൽ അവയ്ക്ക് ശക്തമായ അടുത്ത തലമുറ വയർലെസ് നെറ്റ്വർക്കുകൾ നൽകാൻ കഴിയുമെങ്കിൽ സമീപഭാവിയിൽ അവ അതിവേഗ വയർലെസ് ആശയവിനിമയത്തിന്റെ താക്കോലായി മാറിയേക്കാമെന്നും ഗവേഷകർ പറയുന്നുണ്ട്.